അതും ഇത്രയും വലിയൊരു ഭീകര ആക്രമണം ഇവിടെ നടത്തിയത് ആരാണെന്ന് അറിയോ? ഓരോ മനുഷ്യരും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുന്ന ഡോക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. ഡോക്ടർമാരാണ്. പലവരുടെ കമന്റ് ഇവിടെ കണ്ടു. എന്താണ് കമന്റ് എന്ന് അറിയോ? ഇങ്ങനെ കാണുകയെന്നുണ്ടെങ്കിൽ മുസ്ലിം ഡോക്ടർമാരുടെ അടുത്തേക്ക് മറ്റു മതക്കാരി എങ്ങനെ ഇവിടെ പോകും എന്നുള്ളത്. അവിടെ വരെ എത്തി കാര്യങ്ങൾ. ഇത് പറഞ്ഞത് ഭാഗ്യത്തിന് ഒരു മുസ്ലിമാണ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം വിരുദ്ധം ഉണ്ടാക്കുന്നതെന്ന് പറയും. ഈ ഒരു ആപ്രിഹെൻഷൻ ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നതിന് വഴിവെക്കുന്നത് ആരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് മുസ്ലിങ്ങളിൽ പെട്ടിട്ടുള്ള തീവ്രവാദികൾ അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, അതിന് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന ഒരു പരോക്ഷ പിന്തുണ, അതുപോലെ തന്നെ ഡയറക്റ്റ് പിന്തുണ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇത് സത്യത്തിൽ മുസ്ലിങ്ങളുടെ സ്വന്തം അവസ്ഥയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിലങ്ങുതടിയായിട്ട് മാറുന്നത്. അവരുടെ ജീവിതമാണ് ഇവിടെ കുട്ടിച്ചോറാക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇവിടെ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഒന്നോ രണ്ടോ ആളുകളെങ്കിലും ഇതേപോലെ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ അത് ഏത് ഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. നമ്മളുടെ ഇടയിൽ ചില ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൊലകൊമ്പൻ എക്സ് മുസ്ലിം മദ്രസ ഉസ്താദുമാരുണ്ട്. ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവരുടെയൊക്കെ പോസ്റ്റ് ഫേസ്ബുക്കും അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പൂച്ച പെട്ട് കിടക്കുകയാണ് അവിടെ. ഇതാണ് അവസ്ഥ.